Hi, question number 10. Yes. A bead of mass m slides without friction on the wall of a vertical circular hoop of radius capital R as shown in figure. ഡയഗ്രാം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്പ്രിങ് കണക്ട് ചെയ്ത പോലെ ഉണ്ട് അല്ലേ. ദ ബീഡ് മൂവ്സ് അണ്ടർ ദ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി ആൻഡ് എ മാസ്ലെസ് സ്പ്രിങ് അറ്റാച്ച്ഡ് ടു ദ ബോട്ടം ഓഫ് ദ ഹൂപ്പ്. യെസ്. അപ്പോൾ ഈ ബീഡ് നോക്കൂ, ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്പ്രിംഗ് ഫോഴ്സ് കമ്പൈൻഡ് ആക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യനിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദ ഇക്വിലിബ്രിയം ലെങ്ത് ഓഫ് ദ സ്പ്രിംഗ് ഈസ് ആർ. ഓക്കെ, ഇത് 2r ആണ്, പക്ഷേ ഇക്വിലിബ്രിയം ലെങ്ത് 6 ഉള്ളൂ. അപ്പോൾ റിലാക്സ്ഡ് സ്റ്റേറ്റിൽ സ്പ്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞത് 6 ആണ്. ഇഫ് ദ ബീഡ് ഈസ് റിലീസ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഹൂപ്പ്, യെസ്, വിത്ത് 0 ഇനീഷ്യൽ സ്പീഡ്, velocity of the bead when the length of the spring becomes capital R would be. യെസ്, സ്വാഭാവികമായിട്ട് നോക്കൂ, ഇവിടുന്ന് ഈ ബീഡ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് സ്പ്രിങ്ങിൻ്റെ ലെങ്ത് ഇങ്ങനെ കുറയില്ലേ. അങ്ങനെ കുറഞ്ഞ് ഏതോ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ സ്പ്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞത് റേഡിയസിന് ഈക്വൽ ആവും, ക്യാപിറ്റൽ ആറിന് ഈക്വൽ ആകുന്നു. ആ സമയത്ത് ബീഡിൻ്റെ വെലോസിറ്റി എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അത് നമുക്കൊരു ഡയഗ്രാം ഇവിടെ കാണിക്കാം. നോക്കൂ, ഒരു ഡയഗ്രാം വരക്കാം. യെസ്, സ്പ്രിങ് അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ സ്പ്രിങ്ങിന് ഇനി സ്പ്രിങ് ആയിട്ട് കാണിക്കുന്നില്ല ഡയഗ്രത്തിൽ. യെസ്, ഇത് മൊത്തം നമ്മുടെ സ്പ്രിങ്. ആ സ്പ്രിങ്ങിൽ നോക്കൂ, സ്വാഭാവികമായിട്ട് ഇത് സെൻറ്റർ, ഇതാണ് 6, അതേ ആ 6 തന്നെയാണ് ഇത്. അപ്പോൾ ഇവിടുന്ന് ആകുന്ന സമയത്ത് ഒരിക്കലും ഇത് 6 ആവില്ല, ഇത് √2r ആണല്ലോ. അപ്പോൾ സംവർ ഓവർ ഹിയർ ആയിരിക്കും അല്ലേ ആ 6 ലെങ്ത് വരുന്നത്. ഞാൻ അതോടെ മാർക്ക് ചെയ്യാം. സപ്പോസ് ഇവിടെയാണ് 6, ഇതാണ് 6 എന്ന് വിചാരിക്കാം. അപ്പോൾ അത് നമ്മുടെ സെൻറ്ററിൽ നിന്നുണ്ടാക്കുന്ന ഡിസ്റ്റൻസ് കൂടെ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് സെൻറ്റർ, ഇത് 6 ആണ്. ജസ്റ്റ് ദിസ് ഈസ് R ആൻഡ് ദിസ് ഈസ് ആൾസോ R. ഇനി ഈ ലെങ്ത്തും നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, പറയാം. ഈ ലെങ്ത് അല്ല, ആക്ച്വലി ദിസ് ലെങ്ത്, ദിസ് ഈസ് ഇമ്പോർട്ടൻ്റ്. നോക്കൂ, ഇത് ക്യാപിറ്റൽ ആർ ആണെന്നുള്ളതിൽ നമുക്ക് ഡൗട്ടില്ല. ദിസ് ഈസ് ആൾസോ ക്യാപിറ്റൽ ആർ അല്ലേ, മൊത്തത്തിൽ ക്യാപിറ്റൽ ആർ ആണ്. അപ്പോൾ ദിസ് ഈസ് ക്യാപിറ്റൽ ആർ, ദിസ് ഈസ് ക്യാപിറ്റൽ ആർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും എന്താണ്, ഇതും ക്യാപിറ്റൽ ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മൊത്തം ആംഗിൾ എത്ര? ഇത് 60 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണത്. ദിസ് ഈസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ 60 ഡിഗ്രി. അത് 60 ഡിഗ്രി ആണെങ്കിൽ നോക്കൂ, ഞാൻ പറഞ്ഞ ഈ പോർഷൻ ഇതെന്താ, ഇത് ആറാണ്, ദിസ് ഈസ് ആർ. അപ്പോൾ ഇതാരാണ്, ഇത് ആർ കോസ് തീറ്റ. ദിസ് ഈസ് ആർ കോസ് 60. ദിസ് ഈസ് ആർ കോസ് 60. ക്ലിയർ അല്ലേ? യെസ്. എൻ്റെ എയിം ഞാൻ പറയാം. ഇവിടെ നിന്നുള്ള ഇവിടെ എത്തുന്ന സമയത്ത് സ്പീഡാണല്ലോ കാണാൻ പറഞ്ഞത്. യെസ്, ആ സ്പീഡ് ഞാൻ V എന്ന് കൊടുക്കാം. എടാ, എനിക്ക് വർക്ക് എനർജി തിയറി അപ്ലൈ ചെയ്യാം. വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇനീഷ്യൽ സ്പീഡ് 0 ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നെഗ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനീഷ്യൽ സ്പീഡ് ആ കറക്റ്റ് ആ പോയിന്റിൽ സ്പീഡ് 0 അത് പിന്നീട് സ്റ്റാർട്ട് ചെയ്യാണ്. യെസ്, ഇനീഷ്യൽ സ്പീഡ് 0, ലൈക്ക് എ ഫ്രീ ഫോൾ പോലുള്ള ഒരു നോട്ട് എ ഫ്രീ ഫോൾ, പക്ഷെ ഒരു ഡ്രോപ്പിംഗ് സ്റ്റേജ് പോലെയുള്ള ഒരു സിറ്റുവേഷൻ. ഇനീഷ്യൽ വെലോസിറ്റി നമുക്കവിടെ 0. അപ്പോൾ ആരൊക്കെ ബീഡിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്നത്? ബീഡിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അതുപോലെ സ്പ്രിംഗ് ഫോഴ്സും. ഫോർ വർക്ക് ഡൺ ബൈ ഞാൻ കൊടുക്കാം, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷൻ പ്ലസ് വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഡെൽറ്റ കെ. വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ് എന്താണ്? ബീഡിൻ്റെ മാസ് എം ക്വസ്റ്റ്യനിൽ തന്നില്ലേ? യെസ്, ബീഡിൻ്റെ മാസ് എം ആണ്. ദർഫോർ ഫോഴ്സ് mg ഇൻറ്റു ഫോഴ്സ് mg ആണ്, ഇൻറ്റു നോക്കൂ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കൂ, ഇതാ ഡിസ്പ്ലേസ്മെൻറ്റ്, ശരിയല്ലേ? ഫോഴ്സിൻ്റെ ഡിറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, ഫോഴ്സിൻ്റെ ഡിറക്ഷനിൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഇത് എത്രയാണ്? ഇതൊക്കെ R പ്ലസ് ആർ കോസ് 60, that is R plus R cos 60
പ്ലസ് വർക്ക് ഡൺ ബൈ സ്പ്രിങ്. വർക്ക് ഡൺ ബൈ സ്പ്രിങ് എത്ര കിട്ടുക? വർക്ക് ഡൺ ബൈ സ്പ്രിങ് ഈസ് ഈക്വൽ ടു മൈനസ് ഹാഫ് കെ എക്സ് എഫ് സ്ക്വയർ മൈനസ് എക്സ് ഐ സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ 0 ആണ്. ദെർഫോർ വാട്ട് വി ക്യാൻ റൈറ്റ്, ആ മൈനസിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. കാരണം മൈനസും എക്സ് എഫ് അല്ലേ, 2 മൈനസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, ദെർഫോർ ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് 0 സ്ക്വയർ. ആർ സ്ക്വയർ മൈനസ് 0 സ്ക്വയർ. പെർഫെക്റ്റ്. അതർവൈസ് 0 സ്ക്വയർ മൈനസ് ഒരു മൈനസ് പുറത്തുണ്ടാവും, പിന്നെ 0 സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്നാണ് വേണ്ടത്. ഞാൻ തിരിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് ഹാഫ് എം വി സ്ക്വയർ മൈനസ് 0. ഓക്കെ, ഹാഫ് കംപ്ലീറ്റ് കട്ട് ചെയ്യല്ലേ. ഹാഫ് കട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഹാഫ് ഉണ്ട്, ആ ഹാഫിനും കൂടി കാണിക്കാം. ആർ കോസ് 60 എന്ന് പറഞ്ഞാൽ കോസ് 60 ആർ ബൈ, അപ്പോൾ 1/2 ആണ്. ദെർഫോർ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ബ്രാക്കറ്റിൽ 3/2. അപ്പോൾ വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് 3/2 എം ജി ആർ പ്ലസ് ഹാഫ് കെ ആർ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. നൗ യു ക്യാൻ ക്യാൻസൽ ഹാഫ് കട്ട് ചെയ്യുന്നു. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എമ്മിനെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ എം കട്ട് ചെയ്തു. അപ്പോൾ 3GR. ഇവിടെ എം ഇല്ല. അപ്പോൾ കെ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം. യെസ്, കെ ആർ സ്ക്വയർ ബൈ എം. ഏതാണ് ആൻസർ? റൂട്ട് കൊടുത്താളാ 3RG പ്ലസ് കെ ആർ സ്ക്വയർ ബൈ എം. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 4 ഈസ് കറക്റ്റ്. കണ്ടാൽ ഈ ക്വസ്റ്റ്യൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് അല്ലേ. മീൻസ് കണ്ടാൽ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അത്ര ഡിഫിക്കൽട്ട് ഇല്ല അല്ലേ. റിലേറ്റീവ്ലി സിമ്പിളറാണ്. പക്ഷെ കാണുന്ന സമയത്ത് നമുക്കൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന ആ ഒരു ഡയഗ്രം ഒക്കെയാണ് തന്നിട്ടുള്ളത്. യെസ്.